നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസത്തിലെ രാഷ്ട്രീയ വിഷുഫലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കേരളത്തിലെ കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുന്നു എന്നൊരു സംശയം കുറച്ചു നാളായി ജനമനസ്സുകളിലുണ്ട്. മുനമ്പം വിഷയത്തിൽ അവർ കാണിച്ച ഒളിച്ചുകളിയും പരസ്യ നിലപാടുകളുമെല്ലാം വിലയിരുത്തുമ്പോൾ ക്രൈസ്തവർക്ക് ആഭിമുഖ്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ നില തീർത്തും ഇപ്പോൾ പരിങ്ങലിലായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചില പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ക്ഷീണം ഇരട്ടിപ്പിക്കുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മുനമ്പത്തെ സാധാരണക്കാരുടെ സമര വിജയത്തെ താഴ്ത്തിക്കെട്ടുന്നത് മാത്രമല്ല, അത് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളിയായും കോൺഗ്രസിന്റെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നു. തങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിച്ച പാർട്ടിയോട് ഏത് നാട്ടുകാർക്കും സമുദായക്കാർക്കും കൂറുണ്ടാവുക സാധാരണമാണ്. അതവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന തോന്നലാണ് ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. ചർച്ച് ബിൽ എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യേശുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതിചലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള കാലം കോൺഗ്രസിന് പരീക്ഷണ കാലമാകുമോ എന്നാണ് രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ വിഷുബലത്തിൽ ആവർത്തിക്കുന്നത്. സ്വർണത്താലത്തിൽ കേരള ഭരണം ഏറ്റുവാങ്ങേണ്ട കോൺഗ്രസ് തന്നെ അതിനെ തിരസ്കരിക്കുന്നു എന്ന പരാതിയിലാണ് സാധാരണ കോൺഗ്രസുകാർ. എന്തായാലും ഇടതിനും ബി ജെ പിക്കും നല്ല കാലം കാത്തിരുന്ന് കാണാം. ഇതിനിടയിൽ SDPI പോലുള്ള മുസ്ലിം സംഘടനകൾക്കും കേരളത്തിലെ മാന്യ മാധ്യമങ്ങൾക്കും നാടാകെ തുടങ്ങിയ ക്രിസ്ത്യൻ പ്രേമം ഒരു ചെറു ചിരിയോടെ അല്ലാതെ നോക്കിക്കാണാനാകില്ല. മുനമ്പത്തെ ഒറ്റ വിഷയത്തിൽ ഏറെ വിയർക്കാൻ പോകുന്നത് ജനപ്രിയനായ ഹൈബി ഈഡൻ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ അത്ര പോലും വിവേകം ഹൈബി കാണിച്ചില്ല. ഒന്ന് വിട്ടു നിൽക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. CPM അതിന്റെ ശൈശവ ദിശയിലേക്ക് തിരിയുന്നത് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നു. ബേബിയിൽ ഒരു ശൈശവമുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ഒരു കായകൽപ്പ ചികിത്സ ചെയ്ത് വീണ്ടും പുനർജനിക്കുമോ, അതോ വീണ വാദ്യങ്ങളിൽ കൊണ്ടറിയുമോ? കണ്ടറിയണം. എന്തായാലും കോൺഗ്രസ് കനിഞ്ഞ് CPMനെ അധികാരത്തിലേറ്റുമെന്നാണ് രാശി ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം. നമസ്കാരം.